ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായേ, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയേ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണ ഒരു ദൈവത്തെക്കുറിച്ചല്ല. കലിയുഗത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അത്ഭുത ശക്തിയെന്ന് ഭക്തർ വിശ്വസിക്കുന്ന സാക്ഷാൽ ശ്രീ വിഷ്ണുമായ സ്വാമിയെക്കുറിച്ചാണ്. പലരും വിഷ്ണുമായ സ്വാമിയെ അല്ലെങ്കിൽ ചാത്തൻ സ്വാമിയെ പേടിയോടെയാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥ ഭക്തന് സ്വാമി ഒരു കാവൽക്കാരനാണ്, ഒരു വഴികാട്ടിയാണ്. പക്ഷേ ഈ ശക്തിയെ ഉപാസിക്കുമ്പോൾ അല്ലെങ്കിൽ ആ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ നാം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പലർക്കും സംശയമാണ്, സ്വാമി ഉഗ്രമൂർത്തിയല്ലേ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമോ എന്ന്. പ്രത്യേകിച്ച് ഭക്ഷണകാര്യത്തിൽ ബീഫ് കഴിക്കാമോ, മദ്യം ഉപയോഗിക്കാമോ എന്നിങ്ങനെ 1000 ചോദ്യങ്ങൾ. ഇതിനൊക്കെയുള്ള വ്യക്തമായ മറുപടിയാണ് ഈ 10 മിനിറ്റിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് വിഷ്ണുമായ സ്വാമി ആരാണെന്നാണ്. സാക്ഷാൽ പരമശിവന്റെയും പാർവതീദേവിയുടെയും ചൈതന്യം കൂളിവാക എന്ന മലയരയ സ്ത്രീയുടെ രൂപത്തിൽ അവതരിച്ചപ്പോൾ ഉണ്ടായ മകനാണ് വിഷ്ണുമായ. അതുകൊണ്ടുതന്നെ ശിവന്റെ ഉഗ്രതയും പാർവതിയുടെ സ്നേഹവും സ്വാമിയിലുണ്ട്. വിഷ്ണുമായ സ്വാമി ക്ഷിപ്രപ്രസാദിയാണ്, പെട്ടെന്ന് സന്തോഷിക്കുന്നവനാണ്. അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ്, തെറ്റുകൾ കണ്ടാൽ ശിക്ഷിക്കുന്നവൻ. അതുകൊണ്ടുതന്നെ വിഷ്ണുമായ സ്വാമിയെ പൂജിക്കുമ്പോൾ അത് വീട്ടിൽ വിളക്ക് വയ്ക്കുന്നതായാലും മഠങ്ങളിൽ പോയി സേവ നടത്തുന്നതായാലും ശുദ്ധി എന്നത് വളരെ പ്രധാനമാണ്. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. വിഷ്ണുമായ ഭക്തർ ബീഫ് ഉപേക്ഷിക്കണോ? ഇതിൻ്റെ ഉത്തരം ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരവും തന്ത്രവിധിപ്രകാരവും ആഹാരത്തെ സാത്വികം, രാജസം, താമസികം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ബീഫ്, പോത്തിറച്ചി എന്നത് കടുത്ത താമസിക ഗുണമുള്ള ആഹാരമാണ്. അതായത് അത് കഴിച്ചാൽ മനുഷ്യനിൽ അലസത, കോപം, അശുദ്ധി എന്നിവ വർദ്ധിക്കും. വിഷ്ണുമായെപ്പോലൊരു ഉഗ്രശക്തിയെ ഉപാസിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരു കണ്ണാടി പോലെ തെളിഞ്ഞതായിരിക്കണം. അവിടെ ബീഫ് പോലെയുള്ള ആഹാരം തടസ്സമാണ്. സ്വാമി ഭൂതഗണങ്ങളുടെ നാഥനാണ്. എങ്കിലും ഒരു ഭക്തൻ എന്ന നിലയിൽ നാം മൃഗഹിംസ പരമാവധി ഒഴിവാക്കി സാത്വികമായിരിക്കുമ്പോഴാണ് ആ പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്നത്. മണ്ഡലകാലത്തായാലും വിശേഷ ദിവസങ്ങളിലായാലും നാം മത്സ്യം പോലും ഉപേക്ഷിക്കാറുണ്ട്. അപ്പോൾ വിഷ്ണുമായ സ്വാമിയെ നിത്യവും ഉപാസിക്കുന്നവർ അല്ലെങ്കിൽ സ്വാമിയുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവർ ബീഫ് പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഉത്തമം. അത് ശരീരത്തിലെ നെഗറ്റീവ് എനർജി മാറി നിൽക്കാനും സ്വാമിയുടെ ചൈതന്യം ശരീരത്തിൽ നിൽക്കാനും സഹായിക്കും. ഭക്ഷണം മാത്രമല്ല, വേറെയും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. വിഷ്ണുമായ സ്വാമിയുടെ ഫോട്ടോ വെച്ച് പൂജിക്കുന്ന വീടുകളിൽ ആ മുറിയിൽ മറ്റുള്ള അശുദ്ധികൾ, മദ്യപാനം, പുകവലി പാടില്ല. ചാത്തൻ സ്വാമിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കള്ളം പറയുന്നതും ചതിക്കുന്നതും. വാക്കിന് വില കൊടുക്കുന്നവരോടൊപ്പമേ സ്വാമി നിൽക്കൂ. ദേവീ ചൈതന്യം കൂടിയുള്ള സ്വാമിയാണത്. വീട്ടിലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവന് ഒരിക്കലും വിഷ്ണുമായയുടെ അനുഗ്രഹം കിട്ടില്ല. സന്ധ്യാസമയത്ത് കൃത്യമായി ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. ആ സമയത്ത് കുളിച്ചു ശുദ്ധിയായിരിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, വിഷ്ണുമായ സേവ എന്നത് വെറുമൊരു പൂജയല്ല, അതൊരു ജീവിത രീതിയാണ്. ബീഫ് ഒഴിവാക്കണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെൻ്റെ സ്വാമിയേക്കാൾ വലുതാണോ എൻ്റെ നാവിൻ്റെ രുചി എന്ന് സ്വയം ചോദിക്കുക. സ്വാമിയെ നെഞ്ചിലേറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭയം വേണ്ട. ശത്രുദോഷം മാറാനും സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാനും ആ കാൽക്കൽ വീണാൽ മതി. പക്ഷേ
ഒന്ന് മാത്രം ഓർക്കുക, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. സ്വാമി കൂടെയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്വാമി ശരണം. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.